ഇന്നത്തെ വചനം 18 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം. ദാവീദ് മരണത്തിൻ്റെ കയറും പാതാളത്തിൻ്റെ കയറും തൻ്റെ മേൽ കുരുങ്ങിയ ഭീതി നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ മന്ദിരത്തിലിരുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളിയും തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥനയും അവിടുത്തെ ചെവിയിൽ എത്തി. സ്തോത്രം. എൻ്റെ വായിൽ കൂടെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന പ്രാർത്ഥന എവിടെയെത്തുമെന്ന് എനിക്കറിയാം. അത് എൻ്റെ പള്ളിയിലെ പാസ്റ്ററുടെ ചെവിയിലല്ല, എൻ്റെ പ്രധാനമന്ത്രിയുടെ ചെവിയിലുമല്ല, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ ചെവിയിൽ എത്തും. എൻ്റെ നിലവിളിയും തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥനയും അവിടുത്തെ ചെവിയിൽ എത്തി. മരണപാശങ്ങളും നരകച്ചരടുകളും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അവസ്ഥയിൽ ദാവീദ് എന്ന വിശുദ്ധൻ ഭക്തൻ ഒരൊറ്റ നിലവിളി. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. ഇന്ന് ഇപ്പോൾ താങ്കളുടെ ഭയത്തിൻ്റെയും രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കടഭാരത്തിൻ്റെയും ആ ബന്ധനത്തിൽ, ആ തടവറയിൽ നിന്ന് ഒരൊറ്റ നിലവിളി ദൈവത്തോട് നിലവിളിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ കൂടെ പുറത്തേക്ക് വരുന്ന ഹൃദയത്തിൻ്റെ ശബ്ദം ഈ ടെറസിനെ തട്ടാതെ, വൃക്ഷക്കൊമ്പുകളിൽ തട്ടാതെ, മേഘപ്പാളികളിൽ മുട്ടാതെ രക്ഷകൻ്റെ കാതുകളിലെത്തും. നിങ്ങൾക്കറിയാമോ, മരത്തിൻ്റെ കൊമ്പിലിരുന്ന് കാക്കക്കുഞ്ഞ് കീന്ന് വെക്കുമ്പോൾ ആ ശബ്ദം സ്വർഗത്തിലെത്തുമെന്ന് തിരുവചനം പറയുന്നു. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നമ്മുടെ നിലവിളി എവിടെയെത്തും? നമ്മുടെ പ്രാർത്ഥന എവിടെയെത്തും? ഈ ഒരു അറിവ്, ഈ ഒരു ധൈര്യം, ഈ ഒരു വിശ്വാസം പ്രാർത്ഥനക്കാരൻ്റെ മൂലധനമാണ്. എൻ്റെ ഒരു കൂട്ടുകാരനായ പാസ്റ്റർക്ക് പണ്ട് ഒരനുഭവം ഉണ്ടായി. വിറക് തീർന്നു. ഗ്യാസിൻ്റെ കാലമല്ല, വാടകയ്ക്ക് താമസിച്ച് ബൈബിൾ കോളേജിൽ പഠിക്കുക. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഒരു ദിവസം രാവിലെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, അച്ഛാ വിറക് തീർന്നല്ലോ. എന്നാ പറഞ്ഞേ? അല്ല, വിറക് തീർന്നല്ലോ. വിറക് തീർന്നോ? എന്നെ പായല്ലേ ഉള്ളത്? പുള്ളിക്കാരത്തി ചോദിച്ചു, പായ കത്തിക്കാൻ പറ്റുമോ? നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലല്ലേ? ആ പായഞ്ഞെടുത്തോണ്ട് വരാൻ പറഞ്ഞു. പുള്ളി പായെടുത്ത്
പ്രാർത്ഥനാ മുറി കൊണ്ടുപോയിട്ട് പ്രാർത്ഥന തുടങ്ങി. നടന്ന കാര്യമാണ്. അതിരാവിലെ 1 ലോറി വിറക് 6 മണിക്കാർക്ക് വേണ്ടി ആ റോഡിലൂടെ വരിക. റോഡ് പണി നടക്കുക. ഇവരുടെ വീട്ടിൽ കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നപ്പോൾ ടയർ പഞ്ചറായി. ലോഡ് മുഴുവൻ ഇറക്കാതെ ടയർ മാറാൻ പറ്റിയില്ല. മുഴുവൻ ഇറക്കി ടയർ മാറി വീണ്ടും കയറ്റിയപ്പോൾ ഈ ലോഡിങ് അൺലോഡിങ് അറിയാത്തവരാണ് കയറ്റിയത്. അപ്പോൾ ഒരു ചെറിയ ടെമ്പോയെ കയറാനുള്ളത് അവിടെ ബാക്കി വന്നു. റോഡിലിട്ടേച്ച് പോകാൻ പറ്റുമോ? മാർഗ തടസ്സമല്ലേ. അവർ പുറകോട്ട് നോക്കിയപ്പോൾ ഒരു വീടേ ഉള്ളൂ. അവിടെ വന്ന് ചോദിച്ചു, ചേട്ടാ ഒരു ഉപകാരം ചെയ്യാവോ? കുറച്ച് വിറക് ഈ വഴി കിടപ്പുണ്ട്, അതൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടോട്ടെ. ആ ഇട്ടോ. പുള്ളിയൊന്നും പറയാൻ പോയില്ല. ഒരു പെട്ടി ഓട്ടോറിക്ഷ നിറയെ വിറക് കൊണ്ടെന്ന് അവർ പിറ്റത്തടിക്ക് വെച്ച് അവർ പോയി. പായുണ്ടല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലാകാൻ ബുദ്ധിമുട്ടാ. കാരണം വിറക് കത്തിക്കുന്നവരൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയാൽ എനിക്ക് പിന്നെ ഒരാഴ്ചത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ നിലവിളി എൻ്റെ ദൈവത്തിൻ്റെ ചെവിയിൽ എത്തി. അതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം.